ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചതുർഭുജങ്ങളെക്കുറിച്ചാണ്. ചിത്രത്തിൽ കാണുന്ന രൂപങ്ങൾ നിങ്ങൾക്ക് പരിചിതമാണല്ലോ. 4 വശങ്ങളും 4 കോണുകളുമുള്ള അടഞ്ഞ രൂപങ്ങളെ ചതുർഭുജങ്ങൾ എന്ന് പറയുന്നു. ചതുർഭുജങ്ങൾ എങ്ങനെ വരയ്ക്കാമെന്ന് നമുക്ക് നോക്കാം. ചതുർഭുജം വരയ്ക്കുന്ന മറ്റൊരു രീതി നമുക്ക് നോക്കാം. ഒരു ചതുർഭുജത്തിൻ്റെ 4 വശവും ഒരു വികർണവും തന്നാൽ ചതുർഭുജം എങ്ങനെ വരയ്ക്കാം? നമുക്ക് നോക്കിയാലോ. ചിത്രത്തിൽ EFGH എന്ന ചതുർഭുജത്തിൽ EF സമം 4 സെൻറ്റിമീറ്റർ, FG സമം 7 സെൻറ്റിമീറ്റർ, GH സമം 5 സെൻറ്റിമീറ്റർ, HE സമം 5.5 സെൻറ്റിമീറ്റർ, EG സമം 8 സെൻറ്റിമീറ്റർ. ഇവിടെ EG എന്നത് ഈ ചതുർഭുജത്തിൻ്റെ വികർണമാണ് അല്ലേ? ഈ വികർണം ഈ ചതുർഭുജത്തെ 2 ത്രികോണങ്ങളാക്കുന്നു. ഏതാണവ? EFGയും EGHും. എങ്കിൽ 2 ത്രികോണങ്ങൾ വരച്ചാൽ നമുക്ക് ചതുർഭുജം വരയ്ക്കാം അല്ലേ? അതിനായി EG 8 സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മൾ ഒരു വര വരയ്ക്കുന്നു. അതിനുശേഷം Eയിൽ നിന്നും 4 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു ചാപവും Gയിൽ നിന്ന് 7 സെൻറ്റിമീറ്റർ നീളത്തിൽ മറ്റൊരു ചാപവും നമുക്ക് വരയ്ക്കാം. ഈ 2 ചാപങ്ങൾ കൂടി കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ് എന്ത്? ചതുർഭുജത്തിൻ്റെ മറ്റൊരു ശീർഷമായ F. ഈ Fയിൽ നിന്നും Eയിലേക്കും Gയിലേക്കും നമുക്ക് വരകൾ കൂട്ടിയോജിപ്പിക്കാം. ഇനി അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ ത്രികോണം ഉണ്ടാക്കുന്ന രീതിയിലേക്കാണ്. അതിനായി ചതുർഭുജത്തിൻ്റെ മറ്റൊരു ശീർഷമായ H നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. Eയിൽ നിന്ന് 5.5 സെൻറ്റിമീറ്റർ അകലത്തിലും Gയിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ അകലത്തിലും നിൽക്കുന്ന H എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കിയാലോ. Eയിൽ നിന്ന് 5.5 സെൻറ്റിമീറ്റർ അകലത്തിൽ ഒരു ചാപം വരയ്ക്കുന്നു. അതുപോലെ Gയിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ നീളത്തിൽ മറ്റൊരു ചാപവും വരയ്ക്കുന്നു. ഈ 2 ചാപവും കൂടി കൂട്ടിമുട്ടുന്ന ബിന്ദു ശ്രദ്ധിച്ചുവല്ലോ. നമുക്ക് കാണാം ആ നീല പൊട്ടുപോലെ കാണുന്ന ആ ഭാഗം അല്ലേ? ഈ 2 ചാപങ്ങൾ കൂടി കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ് H. എങ്കിൽ Eയിൽ നിന്നും Gയിൽ നിന്നും നമുക്ക് Hയിലേക്ക് 2 വരകൾ വരയ്ക്കാം. ഇപ്പോൾ നോക്കൂ, നമ്മുടെ EFGH എന്ന ചതുർഭുജം നമുക്ക് കിട്ടിയല്ലോ. ഇതേ ചതുർഭുജം നിങ്ങളും ഒന്ന് വരച്ചു നോക്കൂ.